ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളി രവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇന്ന് നമുക്ക് 7ഉം 8ഉം ശ്ലോകങ്ങൾ പഠിക്കാം. ശ്രീമന്നാരായണീയം ദശകം 59 വേണുഗാനവർണ്ണനം. ശ്ലോകം 7. നിർവിശങ്ക ഭവദംഗദർശിനി ഖേചരീ ഖകമൃഗാൻ പശൂനപി തത്പദപ്രണയികാനനം ച താ ധന്യധന്യമിതി നന്വമാനയൻ. നമുക്ക് ഈ ശ്ലോകം എങ്ങനെ ചൊല്ലാന്നും അതിലെ വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥവും നോക്കാം. നിർവിശങ്ക ഭവത് അംഗ ദർശിനി ഖേചരീ ഖഗ മൃഗാൻ പശൂൻ അപി ത്വത് പദ പ്രണയി കാനനം ച താ ധന്യധന്യം ഇതി നന്വമാനയൻ. നമുക്കിതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. താ ആ ഗോപവനിതകൾ നിർവിശങ്ക ഭവദംഗദർശിനി നിസ്സംശയം അങ്ങയുടെ ശരീരത്തെ കാണുന്നവരായ ഖേചരീ അപ്സര സ്ത്രീകളെയും ഖഗമൃഗാൻ പക്ഷിമൃഗാദികളെയും പശൂൻ അപി ധേനുക്കളെയും ത്വത്പദപ്രണയി അങ്ങയുടെ പാദത്തിൽ പ്രേമമുള്ളവരായി കാനനം ച കാനനത്തെയും ധന്യധന്യം ഇതി ഏറ്റവും പുണ്യം ചെയ്തതായി അമാനയൻ നനു കരുതിയല്ലോ. നമുക്കിതിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം. നിർവിശങ്ക ഭവദംഗദർശിനി നീട്ടിയിട്ട് വിസർഗം ഭവ എന്നുള്ളതിൻ്റെ ഭാന്ന് നന്നായിട്ട് ഊന്നി പറയണം. ഖേചരീ അവിടെ നീട്ടിയിട്ട് വിസർഗം ഖേ എന്നുള്ള അക്ഷരം ഊന്നി പറയണം. ഖഗമൃഗാൻ ഇവിടെ അതേപോലെ ഖ എന്നുള്ള അക്ഷരം ഊന്നി പറയണം. ഗ എന്നുള്ളത് മൃദുവായിട്ട് പറഞ്ഞാൽ മതി. ഖഗമൃഗാൻ പശൂനപി തത് പദപ്രണയി കാനനം ച താ ധന്യധന്യം ഇതി ചേർത്തിട്ട് ധന്യധന്യമിതി. ധന്യ എന്നുള്ളതിൻ്റെ ധാന്ന് നന്നായിട്ട് ഊന്നി പറയണം. നനു അമാനയൻ ചേർത്ത് എഴുതുമ്പോൾ നന്നു അമാനയൻ അങ്ങനെ നിർത്താം. നിർവിശങ്ക ഭവദംഗദർശിനി ഖേചരീ ഖഗമൃഗാൻ പശൂനപി തത്പദപ്രണയി കാനനം ച താ ധന്യധന്യമിതി നന്വമാനയൻ. അടുത്തത് 8ാമത്തെ ശ്ലോകം. ആപിബേയമധരാമൃതം കഥാ വേണുഭുക്തരസശേഷമേകഥാ ദൂരതോപദകൃതം ദുരാശയേത്യാകുല മുഹുരിമാ സമാമുഹൻ. നമുക്ക് ഈ ശ്ലോകം പിരിച്ചിട്ട് അർത്ഥം നോക്കാം. ആപിബേയം അധരാമൃതം കഥാ വേണുഭുക്ത രസശേഷം ഏകദാ ദൂരദോ ബദ കൃതം ദുരാശയേതി ആകുല മുഹുർ ഇമാ സമാമുഹൻ. നമുക്കിതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. വേണുഭുക്തരസ ശേഷം വേണു അനുഭവിച്ച് രസത്തിൽ ബാക്കി ശേഷിച്ച അധരാമൃതം അധരത്തിൻ്റെ സുധ ഏകദ ഒരിക്കലെങ്കിലും കഥ എന്നാണ് ആപിബേയം എനിക്ക് കുടിക്കാൻ കഴിയുന്നത് ദൂരത്തിൽ നിന്നുമാണ് ഈ ആഗ്രഹസിദ്ധി ബദ കഷ്ടം ദുരാശയാകൃതം ദുരാഗ്രഹം കൊണ്ട് പ്രയോജനമില്ല ഇതി എന്നിപ്രകാരം ആകുല മനോദുഃഖം ഉണ്ടായ ഇമാ ഈ ഗോപികമാർ മുഹു വീണ്ടും വീണ്ടും സമാമുഹൻ മോഹത്തെ പ്രാപിച്ചു. നമുക്കിതിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം. ആപിപേയം ബേ എന്നുള്ളത് ബാലൻ എന്നൊക്കെയുള്ളതിലത്തെ ബ എന്നാണ്. അധരാമൃതം ധ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. കഥ ദയിലത്തെ ദ എന്നാണ്. വേണു ഭുക്ത ഭു എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ത എന്നുള്ളത് കാ ത എന്നാണ്. രസശേഷം ഏകദാ ദൂരതോ ബദ ഇവിടെ അതേപോലെ ബ എന്നാണ്. കൃതം ദുരാശയേത്യാകുല
മുഹുർ ഇമ അത് ചേർത്തിട്ടാണ് മുഹുരിമ. അവിടെ വിസർഗട്ട് ചൊല്ലുകയാണെങ്കിൽ സമാമുഹൻ ഒരു സാന്ന് മതി. വിസർഗമില്ലാതെ ചേർത്ത് ചൊല്ലുമ്പോൾ 2 സ എന്ന് ചൊല്ലണം. മുഹരിമാ സമാമുഹൻ അങ്ങനെ. ആപിപേയമധരാമൃതം കഥ വേണുഭുക്തരസശേഷമേകഥ ദൂരതോ ബദകൃതം ദുരാശയേത്യാകുല മുഹുരിമാ സമാമുഹൻ. ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ. ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.